എന്നിട്ട് ഭയങ്കര പ്രശ്നമുള്ളപ്പോ എന്തിന് മറ്റേ വനിതാ ബില്ലില്ലേ 33% പറഞ്ഞിട്ട് ഇത് എന്ത് സംഭവം? വനിതാ മുഖ്യമന്ത്രിനെ നമുക്കൊന്ന് പരിഗണിക്കേണ്ട ഒരു സമയമാണ് ശരിക്കും അല്ലേ? ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞൊക്കെയാണല്ലോ. അപ്പൊ ഈ സമയത്ത് ഈ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ വരുമ്പോ പിന്നെ NDA തോറ്റു എന്നൊക്കെ പറയണ്ടല്ലോ സഭയില്. എന്താ സംഭവം? ആകെ ഗുലുമ. ഇത് ചായ നല്ല കടുപ്പമുണ്ട്. അതിനേക്കാൾ കടുപ്പേറിയൊരു വിഷയമാണ്, പറയാൻ പറ്റില്ല. കാര്യം ഈ ചാനൽ ഡിബേറ്റുകളിലടക്കം വരുന്നത് പ്രതിപക്ഷത്തിന്റെ വലിയ വിജയം എന്ന രീതിയിലാണ്. ഈ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് NDAയുടെ ഒരു അജണ്ട പാർലമെന്റിൽ നടപ്പിലായില്ല. വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടു. മോദിയുടെ ആദ്യ പരാജയം. അതെ അതെ. അപ്പോ ആ രീതിയിൽ അത് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ വാസ്തവത്തില് പ്രതിപക്ഷത്തിന് ഇങ്ങനെ ഉന്നയിക്കാനുള്ള ധാർമ്മിക അവകാശം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. കാരണം ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് ഒരു എനിക്ക് തോന്നുന്നു 2014. അതിനു മുമ്പ് UPA ഭരണകൂടം ഉണ്ടായിരുന്നു. വാജ്പേയിയും കുറച്ചു കാലം ഭരിച്ചിരുന്നു. അപ്പൊ ഏറിയ പങ്കും ഇവിടെ അധികാരത്തിലുണ്ടായിരുന്ന ആരാണ്? BJP ഇതര സർക്കാരുകളാണ് അല്ലെ? ഈ വനിതാ സംവരണത്തെ കുറിച്ചുള്ള ചർച്ചകൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 70കളിൽ വന്നതാണ്. കാര്യം വ്യക്തമാണ്. വനിതകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അവരെ അധികാരത്തിന്റെ ശ്രേണിയിലേക്ക് കൊണ്ടുവരിക. അവർ സ്വാഭാവികമായിട്ട് വരുന്നില്ല. അപ്പൊ നിർബന്ധപൂർവ്വം കൊണ്ട് വന്നേ പറ്റൂ. 33% ആണ് സംവരണം പറയുന്നത്, അല്ലെങ്കിൽ 1/3 സംവരണം. 100 അംഗ സഭയിൽ 33 പേർ വനിതകളായിരിക്കണം. 33%. അതെ, വനിതകളായിരിക്കണം. ഇത് പഞ്ചായത്ത് തലത്തിലാണ് ആദ്യം നടപ്പിലാക്കിയത്, ത്രിതല പഞ്ചായത്തിൽ. അപ്പൊ അതില് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഏതാണ്ട് 20ഓളം സംസ്ഥാനങ്ങളിൽ 50% സംവരണമുണ്ട് നമ്മുടെ പഞ്ചായത്തുകളില്. എന്നിട്ട് ഇപ്പൊ എന്താ അവസ്ഥ? പൊതുവെ നമ്മൾ അതിനെ വളരെ ഗ്ലോറിഫൈ ചെയ്ത് പറയും. വനിതകൾ ഭരണ നേതൃത്വത്തിലേക്ക് വന്നു, സാമൂഹ്യ ഉന്നമനം ഉണ്ടായി. പക്ഷെ വാസ്തവത്തിൽ കണക്ക് കാണിക്കാൻ ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾ സ്ത്രീകൾക്ക് സീറ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കണക്ക് കാണിക്കാൻ. അപ്പൊ ഇതൊരു പുരുഷ മേധാവിത്വമാണ് എല്ലാ പാർട്ടികളിലും. ഞങ്ങൾക്ക് എന്നെ പോലത്തെ നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടം 50% അല്ലെങ്കിൽ തുല്യത വേണമെന്നുള്ള പുരോഗമനപരമായി ചിന്തിക്കും. പക്ഷെ വാസ്തവത്തിൽ നടക്കുന്നത് എന്താ? പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ് നമ്മൾ കാണുന്നതെല്ലാം. ഇപ്പൊ സ്റ്റാമ്പുകളായി മാറും. ഇപ്പൊ ഉദാഹരണമായി പറയാം, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഏത് രീതിയിൽ അവതരിപ്പിച്ചു? അല്ല, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന രീതിയിലൊക്കെ വലിയ കൊട്ടിക്കൊഴിച്ചു കൊണ്ടുവന്നു. പരാജയപ്പെട്ടു. അപ്പൊ ഇത് അർഹതയുള്ളവർക്ക് കടന്നു വരാൻ ഈ സംവരണം വേണോ? അങ്ങനെ പറയാനാണെങ്കിലേ നമ്മൾ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ KR ഗൗരിയെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ട്. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും. അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല, മാതൃഭൂമി പത്രത്തിന്റെ ഫ്രണ്ട് പേജില് സെക്രട്ടേറിയറ്റിലേക്ക് നടന്നു കയറി പോകുന്ന ഗൗരിയമ്മയുടെ ചിത്രം ഇന്നേ വരെ അത് വന്നിട്ടുണ്ടാ. എന്നിട്ട് അന്ന് ഈ പറയുന്ന CPM എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഒന്ന് പ്രസ്താവിച്ച മനസ്സില് ഒരു വനിതാ മുഖ്യമന്ത്രി വേണം. അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ സദസ്സിരുന്ന ചേട്ടന്മാരൊക്കെ പരസ്പരം നോക്കി, ഇനി ആരാണപ്പോ ഇനി രാഷ്ട്രീയത്തില് പെങ്ങൾക്ക് പോലും ഇത് കിട്ടി. അല്ല, ഇത് പറയുമ്പോ ഇതിന്റെ സാങ്കേതികത്വത്തിലേക്ക് തന്നെ. അതായത് ഈ 2008 മറ്റോ മൻമോഹൻ സിംഗ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് ഗൗരവതരമായ ചർച്ചകൾ വന്നത്. അതിനു മുമ്പ് ദേവഗൌഡ സർക്കാർ കൊണ്ടുവന്നു. അതിനുശേഷം വാജ്പേയി സർക്കാർ ഇതിനെക്കുറിച്ച് ചർച്ചകൾ കൊണ്ടുവന്നു, തള്ളിപ്പോയി. അതിങ്ങനെ മാറ്റിവെച്ച് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്താണ് ഇത് ഗൗരവതരമായി ഇത് നടപ്പിലാക്കിയേ പറ്റൂ എന്ന തരത്തിൽ വന്നത്. ആൾക്കാരാണ് ഇപ്പോ പറഞ്ഞു തീരട്ടെ. അപ്പൊ UPA ആണെന്ന് ഭരിക്കുന്നത്. അന്ന് ഘടകകക്ഷികള് സമാജ്വാദി പാർട്ടി, RJD, ഇവർ രണ്ടുപേരും അതിനെ എതിർത്തു. അവര് പറയുന്നത് ഈ 33% സംവരണത്തില് ഈ SC/ST സംവരണം ഉണ്ടല്ലോ, അത് അതിൽ ബാധകമാണ്, ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഈ OBC, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി, അവർക്ക് ഇതിൽ ഉപസംവരണം വേണം എന്നുള്ളതാണ് പറയുന്നത്. അതിന് പറയാനുള്ള ന്യായീകരണം നമ്മുടെ ഇപ്പൊ പോലും ഉണ്ട്. നമ്മുടെ മലപ്പുറം ഭാഗത്ത് ഈ ഭാര്യമാര് പഞ്ചായത്തിൽ മത്സരിക്കും, പക്ഷെ പോസ്റ്റർ വെക്കില്ല. അല്ല, അപ്പൊ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവര് ഇതിലോട്ട് വരാൻ സ്വയമേ തയ്യാറാകില്ല. അപ്പൊ അവരെയും കൂടി ഉൾപ്പെടുത്തിയാലേ ഇത് പൂർണ്ണമാകുള്ളൂ. അപ്പൊ അന്ന് UPA സർക്കാരിനെ
അവരുടെ ഘടകകക്ഷികൾ തന്നെ എതിർത്തപ്പോൾ കോൺഗ്രസ് അത് ഡിഫൻസിൽ നിന്ന. ഇപ്പൊ രാഹുൽ ഗാന്ധി അന്ന് എതിർത്ത് സംസാരിച്ചവരുടെ അതേ വാദഗതികൾ എടുത്തല്ല. അതിൽ വേറൊരു സംഗതിയുണ്ട്. ആകെ 543 അംഗങ്ങളാണ് ആകെ ലോകസഭയിലുള്ളത്. അപ്പൊ ഈ 543 അംഗങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇത്ര അംഗങ്ങൾ വേണമെന്നൊരു നിയമമൊന്നും ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കി വെച്ചിട്ടില്ല. മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ ആ നിയമമുണ്ട്. മറ്റേ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടായിരുന്നു. അതായത് പറഞ്ഞുതരാം. അതായത് ഭരണഘടനാനുസൃതമായി നമ്മൾ പറഞ്ഞേക്കുന്നത് ജനസംഖ്യാനുപാതികമായിട്ട് ഈ ജനപ്രതിനിധികൾ ഉണ്ടാവും. പക്ഷെ 71 ശേഷം നിർഭാഗ്യവശാല് നമുക്ക് ജനപ്രതിനിധികളുടെ എണ്ണം കൂട്ടി 543 എന്നുള്ള അതിൽ തന്നെയാണ് നിൽക്കുന്നത്. കോൺസ്റ്റന്റ് ആയിട്ട് തുടങ്ങിയത് മുതൽ അതിൽ തന്നെ നിൽക്കുവാണ്. എന്നിട്ട് ഇപ്പൊ അതിന് പറയുന്ന കാരണം എന്നറിയോ, ഈ പുതിയ ലോകസഭ ഉണ്ടാക്കി ഇപ്പൊ പുതിയ ബിൽഡിംഗ് വന്നല്ലോ, അവിടെ സീറ്റൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഇതിന് ആളെ കൊണ്ടിരിക്കും സിസ്റ്റം. അതായത് തോട്ടിയുണ്ട് ആനയെ നമുക്ക് വാങ്ങിക്കാം. അതെ, അതായത് അവര് മനസ്സിൽ 850 ആക്കി വെച്ചിരിക്കുന്നു. അപ്പൊ അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലം കണ്ടെത്തി വെച്ചതൊക്കെ പ്ലാൻ ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യം. അതെ, അതിന്റെ ജനോപകാരപ്രദം അതിന്റെ സാങ്കേതിക വശം പറയുമ്പോഴാണ് നമ്മൾ ഇതിന്റെ കുറച്ചുകൂടി നമുക്ക് ഇതിനെ കുറിച്ച് വ്യക്തത വരും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ജനസംഖ്യാനുപാതികമായിട്ട് നമ്മള് മണ്ഡലങ്ങൾ തിരിക്കും. അപ്പൊ ഈ ബില്ല് പ്രകാരം അതിന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്, ജനസംഖ്യാനുപാതികമായിട്ട് സെൻസസിന് വിധേയമായിട്ട്. പക്ഷെ ഇപ്പൊ അമിത്ഷാ ഒരു പ്രസ്താവന നടത്തി, അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇപ്പൊ ഉള്ളതിന്റെ 50% കൂടി. അപ്പൊ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇപ്പൊ 20 ലോക്സഭാ സീറ്റ് ഉണ്ട്, അത് 30 ആവും. അപ്പൊ ഇപ്പൊ പ്രതിപക്ഷം ഭയക്കുന്നത് എന്താണെന്നറിയാം. ഇപ്പൊ കേരളത്തിലെ ഇത് തന്നെ എടുക്കാം. ഇപ്പോ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം BJPക്ക് ശക്തി കേന്ദ്രമാണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഉറപ്പായിട്ട് ഒരു സീറ്റ് തൃശ്ശൂരിൽ ഇപ്പോ സുരേഷ് ഗോപി ഉള്ളതുകൊണ്ട് അവിടെയും സാധ്യതയുണ്ട്. അതിന്റെ പകുതിയോട് മറ്റൊരു കിട്ടുകയാണെങ്കിൽ അപ്പൊ ഉറപ്പായിട്ട് 2 സീറ്റ് BJPക്ക് ഉറപ്പിക്കാം. സീറ്റ് എണ്ണം അല്ല, അതെ. അപ്പൊ ഇത് ഇപ്പോ ഉള്ള ഇതനുസരിച്ച് അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പിടികിട്ടിയത് പോലെയാണ് സംസാരിക്കുന്നത്. അതെ, ഈ 800 രാഷ്ട്രീയ ലക്ഷ്യമാണ് ഈ പറഞ്ഞുള്ള മേളമല്ല. അതായത് അതിന്റെ കാരണം പറഞ്ഞു. കാര്യം പ്രതിപക്ഷം എന്ന് പറയുന്നത് ഈ ഇന്ത്യ സഖ്യം എന്ന് അവർ പറയുന്നുണ്ടല്ലോ, അതിങ്ങനെ ചിഹ്നിച്ചെതറി പല കഷ്ണങ്ങളായിട്ട് കിടക്കുകയാണ്. ഇപ്പൊ BJP ആണ് ഇപ്പോ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി. അപ്പൊ ഇങ്ങനെ ഒരു സംഗതി കൂടി വരികയാണെങ്കിൽ അടുത്തൊരു 30-40 വർഷത്തേക്ക് NDA, അതിപ്പോ നരേന്ദ്രമോദി ആകാം, അടുത്ത നരേന്ദ്രമോദി ആകാം, അത് കഴിഞ്ഞുള്ള നരേന്ദ്രമോദി ആകാം, ഇങ്ങനെ തുടരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് വിവാഹം കഴിക്കാതെ കാത്തിരുന്ന് അവസാനം അല്ല, അതേ ഇന്നലെ മെജിഷ്യൻ ആണെന്ന് പറഞ്ഞു കേട്ടോ. ഇന്നലെ പ്രധാനമന്ത്രി മെജിഷ്യൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനും കല്യാണം കഴിക്കാത്ത ആളാണ്, ഞാൻ കല്യാണം, എനിക്ക് ഭാര്യ ഇല്ല, നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഭാര്യ ഇല്ല, അതുകൊണ്ട് സ്ത്രീകളുടെ കുറിച്ചുള്ള പ്രശ്നങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല, ഇതിൽ ജനോപകാരപ്രദമായ ഒരു ഭാഗം ഉണ്ടല്ലോ, അതുകൂടി നമുക്ക് പറയണം. കാര്യം ഇത് 71 ഈ മണ്ഡല പുനർനിർണയം അതേപോലുള്ള പരിപാടികളൊക്കെ നിലച്ചു കിടക്കുകയാണ്. അപ്പോ നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യ ഏതാണ്ട് 53 കോടി ചില്ലുവാനം, 54 കോടി ഉറപ്പിച്ചു. ഇപ്പോ ഇന്ത്യയിലെ ജനസംഖ്യ ഏതാണ്ട് 134 കോടിയോ 140 അതിനടുത്ത്, അതായത് കറക്റ്റ് എണ്ണം എടുത്താൽ ഇപ്പൊ ചൈനയെക്കാളും ഇന്ത്യയാണ് ലോക ജനസംഖ്യയിൽ കൂടുതൽ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ ഒരു സ്കൂളിന് ഉദാഹരണം എടുക്കാം. 30 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ, എല്ലാരും ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ. ആ 30 എന്നുള്ള 300 ആയുള്ള അവസ്ഥ. അതുകൊണ്ടല്ലേ നമ്മുടെ സ്കൂളുകളിലെ ക്ലാസ് ഡിവിഷൻ കൂട്ടുന്നത്, അതുകൊണ്ടല്ലേ എണ്ണം കുറയുമ്പോ ഇപ്പൊ ശ്രദ്ധ കൂടുമല്ലോ. ഇപ്പൊ തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസി എടുക്കാം, 71 എണ്ണമാണോ ഇപ്പോ ഉള്ളത്? അല്ല, ഇപ്പോ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 3 കോടിയിലധികമായി. അത് മാത്രമല്ല സ്ത്രീകൾ തന്നെ 2 കോടിയോ 2 കോടി എടുത്തുണ്ട് സ്ത്രീകൾ. അത് മാത്രമല്ല, ഏറ്റവും വലിയ കുഴപ്പം ഈ MP ഫണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, 5 കോടി രൂപയാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു മണ്ഡലത്തിൽ ഒരു 30 ലക്ഷം പേരുണ്ടെന്ന് കരുതുക, അവർക്കായിട്ട് ഈ 5 കോടി വീതിക്കുന്നതാണോ അതോ ആ 30നെ 15 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 15 ലക്ഷം പേർക്ക് 5 കോടി കൊടുക്കുന്നതാണോ നല്ലത്? ആ ഒരു സാധ്യതയുണ്ട്. അപ്പോ ജനങ്ങളെ സംബന്ധിച്ച് ഇതൊരു നല്ലൊരു തീരുമാനമാണ്. കാര്യം കുറെ കൂടി വികസനം അവർക്ക് അറ്റൻഷൻ കിട്ടുമല്ലോ. അതെ, ജനപ്രതിനിധികളുടെ എണ്ണം. പക്ഷെ പൊളിറ്റിക്സ് നോക്കുമ്പോൾ നമ്മളെ നോക്കാൻ ഒരു ആള് കൃത്യമായിട്ട് കിട്ടും. മറ്റത് അദ്ദേഹത്തിന് കിട്ടാൻ പോലും പറ്റില്ല. നമുക്ക് ഇവര് പ്രാപ്യമായ സ്ഥലത്ത് പോലും നമുക്ക് അദ്ദേഹത്തിന് കിട്ടില്ല, ആക്സസ് ഇല്ലാതായി പോകും. ഇല്ല, മറ്റൊന്നുകൂടിയുണ്ട്, നമ്മൾ ഈ സാമൂഹ്യ യാഥാർത്ഥ്യം കൂടി നോക്കണമല്ലോ. ഇപ്പൊ വനിതകളെ ഒരു നിയമം മൂലം കൈപിടിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥയിലേക്കാണോ ഈ 5G ജനറേഷൻ നിൽക്കുന്ന ഈ സമയത്ത് നമ്മളുള്ളത്?
അല്ല അതിന്റെ ആവശ്യമുണ്ടോ? ഈ കൈപിടിച്ച് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? അത് അല്ലാതെ തന്നെ അവർക്ക് ഇപ്പൊ എല്ലാ വിഷയങ്ങളിലും ഈക്വാലിറ്റി അല്ലേ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഈക്വാലിറ്റി അല്ലേ? ഇപ്പൊ എനിക്ക് പെൺമക്കളുണ്ട്, അല്ലെങ്കിൽ ചേട്ടന് പെൺമക്കളുണ്ട്, എനിക്ക് പെൺമക്കളായിട്ടില്ല. നിങ്ങൾ അല്ല അത് ഭാവി നമുക്ക് ഇപ്പൊ സഹോദരിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ നമുക്കറിയുന്ന നമ്മുടെ തന്നെ വേറെ അടുത്തറിയുന്ന കുട്ടികളുണ്ട്. അപ്പൊ എല്ലാം ഈക്വാലിറ്റി ഒരു സമയത്ത് ഇനി ഇങ്ങനെ ഒരു നിയമത്തിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അത് എനിക്കറിയില്ല. അങ്ങനെ ഒരു കഴിവുള്ളവർ ഉയർന്നു വരും. ഇപ്പൊ ജനറൽ സീറ്റിലടക്കം വനിതകൾ ഇപ്പോഴും മത്സരിക്കുന്നുണ്ട്. അത് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടി വരും. കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിൽ ഗൗരിയമ്മയുടെ കാര്യം മാത്രമല്ല, സുശീല ഗോപാലിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. ടീച്ചറിന്റെ കാര്യം പറയാം. ടീച്ചറിനെ നിർത്തിയിരിക്കുന്ന തോക്കണ മണ്ഡലത്തിൽ അത് പറയുമ്പോ ദീപ്തി മേരി വർഗീസും കൂടി പറഞ്ഞു. കൊച്ചിയിലെ ദീപ്തി മേരി വർഗീസിന് സീറ്റ് കൊടുക്കാതെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് എന്ന തീപ്പൊരിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആൺ പ്രമാണിത്തമാണ് നടന്നുകൊണ്ട്, എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ സീറ്റുകളുടെ എണ്ണം പൊയ്പോവുമേ. ആകെ ഹലാൽ പിടിക്കുക. കനിമൊഴി ഇന്നലെ കറുത്ത ഡ്രസ്സൊക്കെ കൊടുത്താണ് വന്നത് കേട്ടോ. കറുത്ത ഡ്രസ്സൊക്കെ എടുത്ത് അപ്പൊ പറഞ്ഞ ചടങ്ങിൽ വരുമ്പോ കരിപ്പൊട്ട് വെച്ച് വരുന്ന പെണ്ണുങ്ങളെ കൂട്ടത്തിലൊക്കെ ആണെന്നൊക്കെയാണ്. അത് അങ്ങനെ ഇതൊന്ന് തന്നെ തെളിയുന്നതായി എനിക്ക് തോന്നുന്നു. പക്ഷെ കേന്ദ്ര സർക്കാർ എനിക്ക് തോന്നിയത് ഇവരിങ്ങനെ തോക്കാത്ത ടീമുകളാണല്ലോ. അല്ല, കേന്ദ്ര സർക്കാർ തോറ്റിട്ടില്ല. അവിടെ അതായത് 2023 നിയമം ആയതാണ്. അപ്പൊ അതിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. അടുത്ത സെൻസസിന് ശേഷം, ഡീലിമിറ്റേഷന് ശേഷം, അതായത് മണ്ഡല പുനർനിർണയത്തിന് ശേഷം നടപ്പിലാക്കാം. 2021 സെൻസസ് നടക്കേണ്ടതായിരുന്നു. അന്ന് കോവിഡ് ആയതുകൊണ്ട് 2020 അടുത്ത വർഷം നടക്കുള്ളൂ. അപ്പൊ ഇത് മണ്ഡല പുനർനിർണയത്തെ സംബന്ധിച്ച് ഇവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. പക്ഷെ ആ നിയമം ഇപ്പൊ പ്രാബല്യത്തിലുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ 543 സീറ്റില് ഈ നിയമം പ്രാബല്യത്തിലുള്ളത് കൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പില് അതിന്റെ 33% വനിതകൾക്ക് കൊടുക്കണം. കൊടുത്തേ പറ്റൂ. അതെ. അപ്പോ ഗോൾ അടിച്ചു കഴിഞ്ഞു ഓൾറെഡി. അല്ല, ഇത് ഈ 543 UPA സർക്കാരിന്റെ കാലത്ത് അവർക്ക് ചെയ്യാൻ പറ്റും. അതിന് ആംബിയർ ഉണ്ടായില്ല. ഇപ്പൊ ഇവിടെ കിടന്ന് ഇപ്പൊ ഉള്ള പേടി മറ്റൊന്നുമല്ല. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ രാഹുൽ ഗാന്ധി ഇപ്പൊ പെണ്ണ് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ അടുത്ത ഇനി പെണ്ണ് കിട്ടാൻ പറ്റാതെ ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി ഒരു പ്രധാനമന്ത്രി പദത്തിൽ എത്താനായിട്ട്? ഏതായാലും നമുക്ക് നോക്കാം. നമുക്ക് ഈ പറയുന്ന പോലെ 33% സംവരണം എന്ന് പറയുന്നത് അതൊരു തെറ്റാണെന്ന് പറയുന്ന ആ രീതിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഈക്വാലിറ്റി എന്ന് പറയും. മോനുണ്ടെങ്കിലും മോളുണ്ടെങ്കിലും രണ്ടിനെ ഒരുപോലെ കാണുന്ന രീതിയിൽ ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. അവിടെ ഇപ്പം ഇവരായിട്ട് തന്നെ ഇങ്ങനെ ഭരണഘടനാപരമായിട്ട് അങ്ങനെ. അതായത് ശശി തരൂറിന്റെ ഒരു ലേഖനമാണ്. അതായത് അദ്ദേഹം പറയുന്ന വളരെ ഗുരുതരമായ ഒരു സംഗതിയുണ്ട്. അതായത് നമ്മൾ ഈ ജനസംഖ്യാനുപാതികമായിട്ട് മണ്ഡല പുനർനിർണയം നടത്തണമെന്നാണല്ലോ. ഇപ്പൊ കേരളം താരതമ്യേന ഈ കുടുംബാസൂത്രണ പദ്ധതികളൊക്കെ വിജയകരമായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ്. പക്ഷെ വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും അങ്ങനല്ല. ഒരു വീട്ടിൽ തന്നെ 6-7 മക്കളൊക്കെയുള്ള കുടുംബങ്ങളുണ്ട്. അപ്പൊ അതിലൊരു എന്താ പറയാ, ഒരു വ്യക്തത കുറവുണ്ട്. കാര്യം അവിടെ ഒരു തരം, ഇവിടെ ഒരു തരം. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, ഈ ദേശീയ വികസനത്തിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരുമാനത്തിലേക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പരിഗണന കിട്ടാൻ അർഹതയുണ്ട്. പക്ഷെ അതും ഇവിടെ ഇല്ല. പിന്നെ നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നുണ്ട് തുല്യത. വേറൊരു കാര്യത്തിൽ നമ്മൾ പറയേണ്ട കാര്യം എന്നറിയോ, ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ ശശി തരൂരിന്റെ ലേഖനത്തിന്റെ കാര്യം താങ്കൾ പറഞ്ഞപ്പോ ശശി തരൂർ ഇപ്പൊ പറയണത് എന്നറിയോ, 800 മേൽ, അതായത് 543 ഇപ്പോഴത്തെ അംഗങ്ങൾ. 800 മേളിൽ വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഉള്ളവർക്ക് സംസാരിക്കാൻ സമയം കിട്ടും. പിന്നെ എങ്ങനെ അത് അപ്പോഴല്ലേ, അപ്പൊ മണിക്കൂറിൽ നീട്ടി കൊടുക്കുന്നേ. ഇപ്പൊ അവിടെ വേലി ഇപ്പൊ ഉണ്ടെന്നും പറഞ്ഞ് ഇവിടുന്ന് നമ്മൾ കുനിയേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ 800 പേർക്ക് സീറ്റ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അങ്ങനെ എന്ന് പറയുമ്പോൾ അടുത്ത അതിന്റെ ഒരു കൺക്ലൂഷനാണ് പറയുന്നത്. ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല സാർ. അതിൽ പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ സാർ, ആദ്യം ഒന്ന് വരട്ടെ സാർ, അല്ലെ? വരട്ടെ, സാറിന് സംസാരിക്കാൻ സമയം തന്നാ പോരെ, അല്ലെ? അത് ഇപ്പോഴേ വേലി. അതില് ഒരു ക്ലാരിറ്റി വരുത്തണം. കാര്യം ഇപ്പൊ തന്നെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമ്മുടെ ലോക്സഭയിൽ 543 അതായത് നമ്മുടെ കേന്ദ്ര ഭരണ പ്രദേശത്തിന് അടക്കമുള്ള പ്രതികളടക്കം ഇതിൽ എത്ര പേര് നിലവിലെ നടപടികളുമായിട്ട് സഹകരിച്ച് അറ്റൻഡൻസ് ഉണ്ട്? തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ MP ഫണ്ട് വിനിയോഗം 5 കോടി രൂപ കൊടുക്കുന്നെന്ന് പറഞ്ഞല്ലോ. റിപ്പോർട്ടുകൾ പ്രകാരം പല MP-മാർ 5% പോലും ചെലവഴിക്കുന്നില്ല. എത്ര പേർക്ക് അറ്റൻഡൻസ്? അപ്പൊ പിന്നെ ഇപ്പോ ഏതാണ്ട് 100-നടുത്ത ദിവസങ്ങൾ
നമ്മുടെ ലോക്സഭ സമ്മേളിക്കുന്നത് തന്നെ ഇരിക്കട്ടെ, ഇപ്പൊ 543 പ്രതികൾ എത്ര ലക്ഷം രൂപയാണെന്നറിയാം ഓരോ ദിവസം ഇതിനു വേണ്ടി ഖജനാവിൽ നിന്ന് മാറുന്നു. ഇപ്പൊ 850 പേർക്ക് വേണ്ടി സഭ സമ്മേളിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് ദിവസങ്ങളുടെ എണ്ണം കൂടും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതും കൂടിയുണ്ട്, ഒരു ഫിനാൻഷ്യൽ ഫാക്ടർ കൂടിയുണ്ട്. അതുണ്ടോ? പക്ഷെ അത് ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഇത്രയും അംഗങ്ങൾക്ക് ഇരിക്കാനുള്ള കെട്ടിടവും ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാകാൻ പോണെങ്കിൽ അതും കൂടെ കണ്ടുവച്ചിട്ടില്ലേ പറയുള്ളൂ. അതായത് ഈ NDA സർക്കാരിന്റെ നമ്മുടെ രാജ്യം അത്ര മോശമൊന്നുമല്ല. അല്ല, ഈ NDA സർക്കാരിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷം പ്രഖ്യാപിക്കപ്പെട്ട ഏതെങ്കിലും ഒരു സാധനം നടപ്പാക്കാതെ ഇരുന്നിട്ടുണ്ട്, ഒരു കാര്യം ഒഴിച്ച്. അതായത് മറ്റേ കോമൺ സിവിൽ കോഡ്, ബാക്കി എല്ലാവരും ചെയ്താണ് അവരുടെ ട്രാക്ക് റെക്കോർഡ്. അതാണ്, അതുകൊണ്ടാണ് അവർ അതായത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ടാണ് നിരന്തരമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തന്നെ അവരൊരു കുരുക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊരു സാങ്കേതിക നടക്കേണ്ടതാണ്, കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സ്ത്രീകൾ ഇങ്ങനെ ഇവർ ഈ നേതാക്കൾ ആൺപ്രമാണിത്ത നമ്മുടെ മുന്നിൽ നിരവധി തെളിവുകളുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, സ്ഥാനാർത്ഥി നിർണയം പല രാഷ്ട്രീയ പാർട്ടികളിലും നടന്നു. BJP കേരളത്തിൽ കൊടുത്ത സ്ഥാനാർത്ഥികളിൽ എത്രത്തോളം സ്ത്രീകൾ ഉണ്ടായിരുന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എണ്ണത്തിൽ വളരെ കൂടുതലുള്ള ഒരു അവരുടെ കൂട്ടത്തിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ തന്നെ ഇത്രയും പറയുമ്പോഴും ഇപ്പൊ കോൺഗ്രസ് പാർട്ടി എത്ര പേരെയാണ് അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിലുള്ളത്? കൊല്ലത്ത് ഒരു ബിന്ദു കൃഷ്ണയുണ്ട്, ഒരു ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയുണ്ട്, പിന്നെ വേറെ ഉള്ളത് വേറെ. ഇങ്ങനെ നമ്മളിങ്ങനെ എണ്ണം പിടിച്ച് ഇങ്ങനെ പോകേണ്ടി വരും. എത്ര പേരുണ്ട് നമ്മൾ തിരക്കി പോകേണ്ടി വരും. അത്രയ്ക്ക് ആള് കുറവാണോ പാർട്ടി? അല്ല, അവരൊക്കെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ ഒരു പദവി ഒരു നല്ല പദവി കിട്ടും. CPM-ലാണെങ്കിലും നല്ല. ഇപ്പൊ നമ്മൾ ശൈലജ ടീച്ചറിന്റെ കാര്യം പറഞ്ഞു, ഓട്ടെ, അവർ ഈ പറയുന്ന പോലെ തോക്കുന്ന ഒരു സ്ഥലത്തേക്ക് തള്ളിവിട്ട ആൺപ്രമാണിത്വമല്ലേ ഇവിടെ കണ്ടത്. എന്നിട്ട് പറയുന്ന ഇതിനകത്ത് ഏറ്റവും വലിയ കപടത ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തങ്ങൾക്ക് ഇനി രക്ഷ ഉണ്ടാവില്ല. സീറ്റുകളുടെ എണ്ണം കൂടിയാൽ തങ്ങളുടെ പോകും. ഇരിക്കാൻ ആസനം വെച്ച് ഇരിക്കാനായിട്ട് ചിലപ്പോൾ സീറ്റ് ഉണ്ടാവില്ല. മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് അതിനകത്ത് ഉണ്ടാകണമല്ലോ. അങ്ങനെയാണല്ലോ ചെയ്യുക. അതായത് ഈ ആരൊക്കെയാണോ ഭരണത്തിലിരുന്നത് കൃത്യമായിട്ട് അവർക്ക് പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട്. അതിപ്പോ BJP ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, അത് അവർ കുറ്റം പറയാനൊക്കെ ഇല്ല. കാര്യം വളർച്ച എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കലായ അവരുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ച, അവരുടെ അപ്പൊ ഇതിന്റെ പിന്നിൽ പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടെന്ന് നമ്മുടെ ഇന്ത്യ സഖ്യം വാദിക്കുന്നുണ്ടെങ്കിലും മുൻകാലങ്ങളിൽ ഇവർ ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് അപ്പൊ ഒന്നും പറയാനില്ലായിരുന്നല്ലേ? ഇപ്പോ ഭയങ്കരമായിട്ട് ഇന്നലെ ഭയങ്കര വാചാലമായ പ്രസംഗമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഭയങ്കര തമാശയൊക്കെ ആയിരുന്നു. മജീഷ്യൻ എന്ന് പറയുകയും പിന്നെ വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു വലിയ പ്രിയങ്ക ഗാന്ധി മറ്റേ നമ്മുടെ അമിത്ഷാനെ ചിരിപ്പിച്ചു പോലും. പ്രിയങ്ക ഗാന്ധി അമിത്ഷായെ നോക്കി പറഞ്ഞു, നിങ്ങൾ ചാണക്യനാണ്, നിങ്ങൾ ചാണക്യ ബുദ്ധി ഉപയോഗിച്ച് ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടുള്ളത്. അമിത്ഷാ ഇത് കേട്ടൊന്നും ചിരിച്ചു. അപ്പൊ അത് മൊത്തത്തിൽ ചിരിയായി. ഏതായാലും ചുരുക്കത്തിൽ ഈ പറയാം, നമുക്ക് ഇത്രേ പറയുള്ളൂ. ഒരിക്കൽ അപ്പുറത്തിരുന്ന സമയത്ത് ഇതിനെ ഒന്നും അറിയാത്ത പ്രാദേശിക പാർട്ടിയൊക്കെ ഒപ്പം നിന്നവരാണ്. ഉറപ്പായിട്ടും UPA സർക്കാരിന്റെ കാലത്ത് സമാജ്വാദി പാർട്ടി RJDയും ഇതിനെതിരെ രംഗത്ത് വന്നത് കോൺഗ്രസിന്റെ മൗനാനുവാദത്തോടെ അല്ല എന്ന് നമുക്ക് പറയാനൊക്കെ ഇല്ല. കാര്യം അവർക്ക് ഇതിൽ ആത്മാർത്ഥതയൊന്നും ഇല്ല. കാര്യം ഈ പറയുന്ന സ്ത്രീകളെ മുഖ്യധാരയിലോട്ട് കോൺഗ്രസ് അറിയാമല്ലോ, സീറ്റിന് വേണ്ടി ഏറ്റവും വലിയ അടിപിടി നടക്കുന്ന സ്ഥലം. അപ്പൊ ഈ വലിയ വലിയ നേതാക്കന്മാർ അവരുടെ സ്ഥാനം സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് അവരുടെയും കൂടി ഒരു താല്പര്യാർത്ഥമാണ് ആ സ്ഥാനം അലസി ഇവിടം വരെ എത്തിയത്. ഈ പറഞ്ഞ പോലെ ചാനലുകാരും മീഡിയാസും തള്ളണ പോലെ ഒന്നും അല്ലല്ലേ? ചാനലുകാരെപ്പോഴും പ്രതിപക്ഷം എന്താ പറയുന്നത്, അതിന്റെ കൂടെ ചാനലുകാരെപ്പോഴും പ്രതിപക്ഷ സൈഡാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോ രണ്ടും പറയണമല്ലോ. ഒരു കഥയില്ല, ഇവര് പറയുന്നതിലൊന്നും ഒരു വാസ്തവമില്ല.